السلام عليكم ورحمة الله وبركاته. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ബഹുമാനരായ സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ 51-ാമത്തെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ വിശദീകരിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം അതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം റുഷ്ദ് കൊടുത്തു, അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നാം അറിവുള്ളവനായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ പ്രബോധന ചരിത്രമാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധന ചരിത്രം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون. قالوا وجدنا آباءنا لها عابدين. قالوا وجدنا آباءنا لها عابدين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قال لقد كنتم أنتم وآباؤكم في ضلال مبين. قالوا أجئتنا بالحق أم أنت من اللاعبين. قالوا أجئتنا بالحق أم أنت من اللاعبين. അപ്പോൾ ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി, അവിടെ കസ്ലിയ മധ്യേ ഉള്ളൂ. ഇത് ഖാല ലി അബീഹി വ ഖൗമിഹി മാ ഹാദിഹി തമാസീൽ. തിംസാൽ, തമാസീൽ എന്ന് പറയരുത്, സീനല്ല സ ആണ്. അപ്പം മാ ഹാദിഹി തമാസീലുല്ലതീ, അവിടെ ലതീ നീട്ടണം, ആ 5-6 മധ്യ നീട്ടണം. തമാസീലുല്ലതീ അൻതും, അൻതും എന്നല്ല
أنتم لها عاكفون. ആക്കഫ ഐനാണ്, ആക്കിഫല്ല. ആക്കിഫൂൻ ഐനാണ്. അവിടെ തമാസീലു അല്ലത്തി എന്നവിടെ നീട്ടുക, അത്ര ശ്രദ്ധിക്കാവുള്ളൂ. പിന്നെ ഖാലു വജദ്ന, വജദ് ദാലിന് സുക്കൂനാണ്. വജദ്ന ആബാഅന അവിടെ രണ്ട് സ്ഥലത്ത് നിന്നിട്ടാണ്ട് വജദ്ന, വജദ് ദ് എന്നുള്ള അവിടെ ഇൽഹാർ ചെയ്യണം. പിന്നെ ന വ ആബാഅന, നാവ് അതുപോലെ തന്നെ നൂനും ബാവും നീട്ടണം. വജദ്ന ആബാഅന ലഹ ആബിദീൻ. അവിടെ ലഹ എന്നുള്ളിടത്ത് കസ്ലിയ മദ്ദേ ഉള്ളൂ. ലഹ ആബിദീൻ ഓതാൻ പാടില്ല. ലഹ ആബിദീൻ. പിന്നെ ഖാല ലഖദ് കുൻതും അൻതും, കുൻതും അൻതും അല്ല, കുൻതും അൻതും. ലഖദ് ദാലിന് സുക്കൂനാണ്, ഖൽഖല. فقال لقد كنتم أنتم وآباؤكم, آباؤكم باء നീട്ടണം. في ضلال مبين, ضلال مبين എന്നല്ല, അവിടെ നൂനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിക്കണം. ضلال مبين, ضلال مبين. ضلالin എന്ന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല. ഇദ്ഗാം മാത്രമല്ല, ഇദ്ഗാം ബിഗുന്ന, അതായത് മണിച്ചിട്ടാണ് ചേർക്കേണ്ടത്. ضلال مبين. പിന്നെ ഖാലു അജ്തന, ഖാലു അജ്തന ബിൽ ഹഖ്. നിർത്താണെങ്കിൽ ബിൽ ഹഖ്, നിർത്താതെ ഓതാണെങ്കിൽ ബിൽ ഹഖ് അം അൻത, അൻത മിനൽ ലാഇബീൻ. ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, നാം അദ്ദേഹത്തിന് റുഷ്ദ് കൊടുത്തു, വിവേകം കൊടുത്തു. വക്കുന്ന, അതുപോലെ തന്നെ വക്കുന്ന ബിഹി ആലിമീൻ, അദ്ദേഹത്തെ സംബന്ധിച്ച് നാം അറിവുള്ളവനായിരുന്നു. കാരണം അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പിൻപറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിൽ വലിയ മാതൃക. ലഖദ് കാന ലക്കും ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു ഉസ്വത്തുൻ ഹസൻ, നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹിൽ മാതൃകയുള്ള പോലെ തന്നെ ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ ഖൗമിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ഖലീലാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹ്ക്ക് എത്ര ഖലീലുണ്ട്? 2 ഖലീലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഖലീലാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ശിർക്കിൻ്റെ കോട്ടകളിൽ ജീവിച്ച് തൗഹീദ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിനും തയ്യാറാകാതെ ജീവിച്ചൊരു മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്കും ഇബ്രാഹിം നബിയിൽ തികച്ച മാതൃകയുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പ്രബോധന ചരിത്രം പറയുന്നത്. ഇദ് ഖാല ലി അബീഹി, അദ്ദേഹം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. പിതാവ് വിശുദ്ധ ഖുർആൻ തന്നെ വേറെ സ്ഥലത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ടുണ്ട്, ആസർ എന്നാണ്. ആസർ, ഇദ് ഖാല ലി അബീഹി ആസറ, ആസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം അവിടുത്തെ വിഗ്രഹ നിർമ്മാണ വലിയ കോൺട്രാക്ടർ എന്നാണ് നമുക്ക് പറയില്ലേ. അതേപോലെ നമ്മുടെ ഈ ബിൽഡിങ്ങൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർ പോലെ വിഗ്രഹം ഉണ്ടാക്കണ അതിൻ്റെ കോൺട്രാക്ടറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാന പൂജാരിയും അതുപോലെ തന്നെ പ്രധാന ഹോൾസെയിൽ ഡീലറൊക്കെയാണ് ആര്? യാസർ എന്ന് പറയുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം പ്രബോധനം തുടങ്ങുന്നത് എവിടുന്നാണ്? ഇദ് ഖാല ലി അബീ. അതുകൊണ്ട് ഇത് എല്ലാ പ്രവാചകന്മാരുടെയും ചര്യയാണ്. അവർ പ്രബോധനം തുടങ്ങൽ സ്വന്തത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം പ്രബോധനം നടത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ പ്രവാചകന് കൽപ്പന കിട്ടി. ആദ്യം നബിയായല്ലോ, പിന്നെ റസൂലായി.
ആ റസൂലായപ്പോൾ ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നബി, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളോട് നിങ്ങൾ എന്ത് ചെയ്യണം? ദഅവത്ത് നടത്തണം. ആ ആയത്തിറങ്ങിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഷാബിക്ക് പിന്നെ പല ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു മലഞ്ചെരുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു ചേർത്തല്ലോ. അതിൽ പിന്നെ യാ ബനി മുത്തലിബ്, യാ ഖുറൈശ് എന്നൊക്കെ എല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുപ്പമുള്ള എല്ലാ ഗോത്രക്കാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മരൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു ശത്രു വരുന്നുണ്ട് പറഞ്ഞു വിശ്വസിക്കും, കാരണം അല്ല മീനാണല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോഴാണ് അബൂ ലഹബ് പറഞ്ഞത്, തബ്ബൻ ലക് ലിഹാദാ ജമാഅത്ത, ഇതിനപ്പോൾ ഞങ്ങൾ വിളിച്ചു കിട്ടി. അപ്പോഴാണ് അല്ലാഹു തർക്ക് തബ്ബത്തിയതാ ബിലബി വത്തബ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വന്തം കുടുംബക്കാരോടാണ് ആദ്യം പറഞ്ഞത്. എന്തുകൊണ്ട് ചോദിച്ചാൽ, ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പല നിലക്കുമുള്ള ബന്ധം സ്വന്തം അടുപ്പക്കാരോടും ആണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ അയൽപ്പക്ക ബന്ധമുണ്ടല്ലോ, നമ്മൾക്ക് അയൽപ്പക്കത്തിലുള്ള ബന്ധമാണല്ലോ. അപ്പം ആ അയൽപ്പക്കത്തിൽ ഹദീസിൽ കാണാം, ഇതിപ്പോൾ ഒരു മനുഷ്യൻ്റെ വീടാണ്, ഇതിപ്പോൾ ഒരു മനുഷ്യൻ്റെ വീടാണ് കൽപ്പിച്ചോളി. അപ്പോൾ ഇവിടെ അയക്കൊരു അയൽവാസി ഉണ്ട്. അതുപോലെ തന്നെ നിറം വീടിന് കുറച്ചടുത്ത് ഇവിടെ അയൽവാസി ഉണ്ട്, ഇവിടെ അയൽവാസി ഉണ്ട്, കുറച്ച് ദൂരെയാണ്. ഈ അയൽവാസി ഒരു മുസ്ലിമാണ്, ഇദ്ദേഹം ഒരു കാഫിറാണ്, ഇദ്ദേഹം തൻ്റെ മകനാണ്, ഒറ്റിക്കൊള്ളി തൻ്റെ മകനാണ്. സ്വാഭാവികമായിക്കൊണ്ടും ഇതൊക്കെ അയൽവാസികളാണ്. 40 വീട് വരെ അയൽവാസികൾക്കുണ്ടെന്നാണ് ഹദീസിലുള്ളത്. അവനൻ്റെ വീടിൻ്റെ ചുറ്റുള്ള 40. പിന്നെ അയൽവാസിയാരെന്ന് നമുക്കറിയില്ല, അത് വേറെ വിഷയം. തൊട്ടടുത്ത ഫ്ലാറ്റ് ജീവിക്കുന്നവർക്ക് പോലും അടുത്ത ഫ്ലാറ്റിൽ ആരുള്ളതെന്നുള്ളത് അറിയില്ല. അപ്പം ഈ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ അയൽവാസികളിൽ ഏറ്റവും ഹക്കാരോടാണ്? അയൽവാസികളിൽ ഏറ്റവും ഹക്കാരോടാണ്? ഇയാളോടാണോ? ഇതുമല്ല കുറച്ച് ദൂരെ വീട്ടിലുള്ള ഇവനോടാണ്. എന്തുകൊണ്ട്? ഒന്ന്, മകൻ മുസ്ലിമാണ്, ഒരു മുസ്ലിം തമ്മിലുള്ള ബന്ധമുണ്ട്. രണ്ടാമത്തത് എന്താണ്? ഉലുൽ അർഹാം, രക്തബന്ധമുള്ളവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആരോടാണ്? അത് കഴിഞ്ഞാലാണ് പിന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഏത് രംഗത്തും കുടുംബ ബന്ധം, അത് ദഅവത്തിൻ്റെ രംഗത്തും ദീനിൻ്റെ രംഗത്തും ഒക്കെ അങ്ങനെ തന്നെയാണ്. അടുത്ത ബന്ധുക്കളാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ, നിങ്ങൾ സ്വതക്ക കൊടുക്കുകയാണെങ്കിൽ, സ്വന്തം കുടുംബത്തിന് കൊടുക്കുകയാണെങ്കിൽ എത്ര കൂലിറ്റും? 2 കൂലിറ്റും. സ്വതക്കൻ്റെ കൂലിയും കിട്ടും, കുടുംബ ബന്ധം ചേർത്തിയതിൻ്റെ കൂലിയും കിട്ടും. ഇന്നിപ്പോൾ പലപ്പോഴും കുടുംബങ്ങൾ തമ്മിലാണ്, മറ്റുള്ള ആളുകളൊക്കെ ചിലപ്പം ഉഷാറിയിക്കാൻ, പക്ഷെ കുടുംബക്കാരോട് തെറ്റിട്ടേക്കുക, അത് ഉണ്ടാകാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം പിതാവിനോടുള്ള ഹക്കാണ് ആദ്യം നിർവഹിക്കുന്നത്. അത് നമുക്കൊരു മാതൃക ഉണ്ട്, മനസ്സിലല്ലേ? കുടുംബത്തിൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ. നിങ്ങൾ ആദ്യം സ്വന്തം തരം രക്ഷപ്പെടുത്തുക, പിന്നെ ആരെയാണ്? കുടുംബക്കാർ, പിന്നെയാണ് നാട്ടുകാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കുടുംബത്തോട് പറഞ്ഞു. നമ്മൾ എല്ലാവരും സ്വർഗത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരാൻ നമുക്ക് കഴിയുമൊന്നുമില്ല, പക്ഷെ നമ്മളെ ബാധ്യത എന്താണ്? പറഞ്ഞു കൊടുക്കുക, ആണെങ്കിൽ സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അബൂജഹലിന് പറഞ്ഞു കൊടുത്തു, സ്വീകരിച്ചില്ല. പിന്നെ പറഞ്ഞു കൊടുത്ത് സ്വീകരിച്ചില്ല. നൂഹ് നബിൻ്റെ മകൻ എന്നോട് 980 കൊല്ലം പറഞ്ഞു കൊടുത്ത് സ്വീകരിച്ചില്ല. മക്കൾ ഭാര്യ സ്വീകരിച്ചിട്ടില്ലല്ലോ. സ്വീകരിക്കോ ഇല്ല എന്നുള്ളത് അത് അവരുടെ കാര്യം, പക്ഷേ പറഞ്ഞു കൊടുക്കൽ ഒരു വിശ്വാസികൾ. ആ ബാധ്യതയാണ് ഇബ്രാഹിം നബി. അപ്പോൾ വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ദഅവത്ത്. ഇത് ഖാല അബീഹി, പിന്നെ വഖൗമിഹി, തൻ്റെ ഖൗമിനോട് പറഞ്ഞു. എന്താണ് ഈ ഖൗമിനോട് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പറയാണ്. മാ ഹാദിഹി തമാസീൽ, മാ എന്നറത എന്താണ്, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്,
തമാസീൽ എന്ന് പറഞ്ഞ തിംസാൽ എന്നുള്ളതിൻ്റെ ജമ്മാണ് തമാസീൽ. തിംസാൽ എന്ന രൂപങ്ങൾ നടത്തും. തിംസാൽ എന്ന് പറഞ്ഞ രൂപങ്ങൾ, അതിൻ്റെ ജമ്മാണ് തമാസീൽ. അതായത് ഇവിടെ ഉദ്ദേശം എന്താണ്? വിഗ്രഹങ്ങൾ. മാ ഹാദിഹി തമാസീൽ, എന്താണ് ഈ വിഗ്രഹങ്ങൾ, എന്താണ് കൂട്ടരെന്ന് ഇബ്രാഹിം നബി ചോദിക്കുക. മാ ഹാദിഹി തമാസീലുല്ലത്തി, എങ്ങനെയുള്ള, അൻതും ലഹ ആകിഫൂൻ, നിങ്ങൾ ആ വിഗ്രഹത്തിൻ്റെ അടുത്ത് ഇഅ്തികാഫിരിക്കാണ്. അകഫ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഭജനമിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അതാണ് ഇഅ്തികാഫ്. ഇഅ്തികാഫ് പറഞ്ഞത് ശരിക്കും എന്താ? ഇസ്ലാമിൽ ഇഅ്തികാഫ് എന്താ? ഇന്നിപ്പോൾ ഇസ്ലാമിൽ ഇഅ്തികാഫ് ഇപ്പം ഒന്ന് നടക്കുന്നുണ്ടെന്നുള്ള വേറെ കാര്യം കേട്ടോ, വേറെ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഒരു മൂലക്കിൽ നിന്ന് മുത്തഖഫിലേക്ക് പ്രവേശിച്ച് നമ്മളും ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞ വഹ്ശത്തുൽ ഖബർ, ഒരു മനുഷ്യൻ്റെ ഖബറിൻ്റെ ഏകാന്തത ഒരു മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്നതാണ് ശരിക്കും ഇഅ്തികാഫ് എന്ന് പറഞ്ഞത്. പിന്നെ ഫുള്ള് വർത്താനം എന്നൊക്കെയാണ്. ഇബ്നുൽ ഖയ്യിം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചാൽ അദ്ദേഹം പറയാണ്, ഇന്ന് അതായത് ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ച് ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ റബ്ബായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, അതാണ് ഇഅ്തികാഫ്. എന്നിട്ട് ആ 8-ാം നൂറ്റാണ്ടിൽ ഇബ്നുൽ ഖയ്യിം പറയാണ്, പക്ഷെ ഇന്നത്തെ ഇഅ്തികാഫും റസൂലുള്ളാഹിൻ്റെ ഇഅ്തികാഫും രണ്ട് നിറാണ്. രണ്ട് അവസ്ഥയാണ്. ഏത്? ഈ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്ത കാലത്താണ് ആര് പറഞ്ഞത്? ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന് സാദുൽ മആദിൽ പറഞ്ഞു. ഇന്നത്തെ ഇഅ്തികാഫൊക്കെ എന്തായിരിക്കും? മനസ്സിലായില്ലേ? അപ്പം ശരിക്കും ഇഅ്തികാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബുമായി നമ്മൾ രഹസ്യമായി ഒഴിഞ്ഞിരിക്കുക, അതാണ് ശരിക്കും. എൻ്റെ അടുത്ത് മരണം ഉണ്ടാകാൻ പാടില്ലെന്നൊന്നുമില്ല, പക്ഷേ അതിനൊക്കെ എല്ലാത്തിനൊരു എന്താ പറയുക, ഒരു അവധി, ബൗണ്ടറി വെച്ച്, ലിമിറ്റ് വെച്ച് ഇരിക്കണം ശരിക്കും. അതാണ് ശരിക്കും ഇഅ്തികാഫ്. അപ്പം ഇവിടെ അവർ ഇഅ്തികാഫിരുന്ന് അവർ അക്കഫർ ചമ്പ്രം പടിഞ്ഞിരുന്ന എവിടെ വെച്ചാൽ ഈ വിഗ്രഹങ്ങളുടെ അടുത്ത്. എന്താണ് ഈ വിഗ്രഹങ്ങളുടെ അടുത്ത് നിങ്ങളെങ്ങനെ ഇരിക്കണത് എന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾക്ക് വല്ല ഉപകാരവും ഉപദ്രവം ചെയ്യുമോ? ഇത് നിങ്ങളെന്നെ കൈകൊണ്ട് കൊത്തിണ്ടാക്കിയല്ലേ? ലോകത്ത് ഞാൻ എപ്പോഴും സാധാരണ പറഞ്ഞിട്ടുണ്ടോ, ലോകത്ത് ഏറ്റവും വലിയ വിഡ്ഢിത്തം ചെയ്യണത് ആരാച്ച? ശിർക്ക് ചെയ്യണ ഒരാളാണ് അല്ലേ? സ്വന്തം പടച്ചോനെ ആരുണ്ടാക്കണേ? നമ്മളുണ്ടാക്കുക. ശരിക്കും പടച്ചോൻ നമ്മളുണ്ടാക്കണ്ടേ, അപ്പോഴല്ലേ പടച്ചോനാവുള്ളൂ. ഇത് നമ്മളെ പടച്ചോനെ നമ്മളുണ്ടാക്കണം. ഇങ്ങോട്ട് ആ പടച്ചോനെ നമ്മളെന്ത് ചെയ്യണം? ആരാധിക്കും വേണം. ആ പടച്ചോനെ പൈസ കൊടുത്ത് വാങ്ങും വേണം. നിങ്ങൾ ആലോചിക്കുക, എന്തൊരു വിഡ്ഢിത്താണ്. അപ്പം ആ ഈ വിഡ്ഢിത്തത്തെ പറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കണേ, മാ ഹാദി തമാസീലുല്ലത്തി അൻതും ലഹാ ആകിഫൂൻ, എന്താണ് പൊട്ടത്തരാണ് ഇത് ചെയ്യുന്നത്? ഈ തിംസാലുകൾ, ഈ ഒന്നും ചെയ്യാത്ത, കാണാത്ത, കേൾക്കാത്ത, ഒരു ഉപദ്രവം വരുത്താത്ത ഈ രൂപങ്ങളുടെ അടുത്താണോ നിങ്ങൾ ഭജനമിരിക്കുന്നത് എന്ന് പറഞ്ഞത് പൊട്ടത്തരാണ്. ഈ ആയത്തിൽ നമുക്ക് വേറെയും ചില പാഠങ്ങളുണ്ട്. ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയാണ്, അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വഴി കൂടെ നടന്നു പോകുമ്പോൾ യൽഅബൂന ബിശ്ശത്റഞ്ച്, അവർ ചെസ് കളിക്കുന്നുണ്ട്. എങ്ങനെ ചെസ് കളിക്കൽ? നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കും, അല്ലാതെ ഓടിച്ചാടിയിട്ടാ ചെസ് കളിക്കുക. ശരിക്കും ചെസ് ഇഅ്തികാഫാണല്ലോ. ഇതിൻ്റെ മുമ്പിൽ ഈ തമാസീൽ, അവിടെ കുതിരണ്ട്, ആനുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്. ഈ രൂപത്തിൻ്റെ മുമ്പിൽ എന്താണ്? എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, അലാ ഖൗമി യൽഅബൂന ബിശ്ശത്റ ഫഖാല മാ ഹാദിഹി തമാസീലു ലത്തി അൻതും ലഹാ ആകിഫൂൻ. ഇബ്രാഹിം നബി വിഗ്രഹത്തിൽ ചൂണ്ടിച്ച അതേ ചോദ്യം അലി റളിയല്ലാഹു അൻഹു ചെസ് കളിക്കുന്ന ആളോട് ചോദിക്കാണ്. എന്താ കൂട്ടരെ നിങ്ങൾ ഈ തിംസാലിൻ്റെ മുമ്പിൽ കുതിരയാണ്, ആനയാണ്, രഥമാണ്, മറ്റേതാണ്, രാജാവാണ്, രാജ്ഞി എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണ ഈ രൂപത്തിന് മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ എന്താണ് ഇങ്ങനെ സാധാരണ ചെസ് കളിക്കൽ ഇങ്ങനെ ഓടിച്ചാടിണ്ടാവല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വചനം ഇരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ യമുസ്സ അഹദക്കും ജംറൻ ഹത്താ യത്ഫ ഖൈറു ലഹു മിൻ അൻ യമസ്സഹാ.
നരകത്തിൻ്റെ തീയിൻ്റെ ഒരു കട്ടം എടുക്കണതാണ് ഇതിനെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ വേണ്ടി നിങ്ങൾ അതിനെ തൊടുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് എന്ന് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയും. അപ്പം ഈ തിംസാൽ എന്ന് പറയുന്ന വെറും വിഗ്രഹം മാത്രമല്ല, ഹറാം, പാടില്ല. താപീയങ്ങളായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ അന്ന് തന്നെ ചെസ് ഉണ്ട്, അന്ന് തന്നെ ചെസ് കളിക്കുന്ന ഏർപ്പാടുണ്ട്. അലി റളിയല്ലാഹു അൻഹു വിരോധിക്ക് മാത്രമല്ല, എന്തിനോടാ സാദൃശ്യപ്പെടുത്തിയേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹത്തിന് ഓതിയ ആയത്താണ് ഈ മറ്റേ രൂപങ്ങൾക്ക് വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഓതി. അത് ഖുർആൻ ദുർവ്യാഖ്യാനമൊന്നുമില്ല, അത് അതിനെ ഫിറ്റായതുകൊണ്ട് സഹാബത്ത് ഓതിയത്. അത് പാടില്ല. കാരണം ഒന്നെന്താ വെച്ചാൽ വിനോദങ്ങളോടുള്ള ഒരു മുസ്ലിമിൻ്റെ സമീപനം എന്ന് പറഞ്ഞാൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച വിനോദങ്ങളുണ്ട്. അത് മനുഷ്യന് കായികമായ ശക്തി നൽകുന്ന വിനോദങ്ങൾ. അമ്പെയ്ത്ത്, കുതിരപ്പന്തയം, റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണൊക്കെ. അമ്പെയ്ത്ത്, കുതിരപ്പന്തയം, അതുപോലെ തന്നെ പിന്നെ ഒട്ടകത്തിൻ്റെ ഓട്ടം, അതുപോലെ തന്നെ ആയുധാഭ്യാസങ്ങൾ, ഇതൊക്കെ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരു തടി മനങ്ങാതെ ഇങ്ങനെ കുത്തിരിക്കുക എന്നുള്ളത് അതിന് ഇസ്ലാം എന്തില്ല. അതാണ് ഇവിടെ പല ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാരണത. കാരണം ഇതുകൊണ്ട് പിന്നെ നരകത്തിലെ ഭക്ഷണത്തെ സംബന്ധിച്ച് പറഞ്ഞാലും അതുകൊണ്ട് ഭക്ഷണത്തെ വിശപ്പറ്റ അടങ്ങില്ല. പിന്നെ എന്താണ് വിശപ്പടങ്ങുകയുമില്ല, അതുപോലെ തന്നെ അതുണ്ട് ആരോഗ്യം പുഷ്ടിപ്പെടുകയില്ല എന്ന് പറഞ്ഞില്ലേ. എന്നാൽ ഒരു ഉപകാരവും അങ്ങനെ തിന്നുണ്ടാവും. വേറെ വിശപ്പുണ്ട്, നഅൂദുബില്ലാഹി മിൻ ദാലിക്, തിന്നുണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഒരു ഉപകാരം സാധാരണ നമ്മൾ പറയില്ല, വെള്ള പേപ്പർ ഫോട്ടോ കോപ്പി എടുത്തോണ്ടല്ലോ. എന്നാൽ വൈറ്റ് കാലി പേപ്പർ ഫോട്ടോ കോപ്പി എടുത്താൽ എന്താ ഉണ്ടാകുക? അങ്ങനെ മെഷീൻ്റെ ഉള്ള കൂടെ അങ്ങനെ കയറി ഇറങ്ങിങ്ങനെ വരും. വന്നിട്ട് നോക്കുമ്പോൾ എന്താ ഉണ്ടാകുക? ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഉണ്ടാകുക. അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായ രൂപങ്ങൾ. ഇപ്പോൾ ഇസ്ലാമിൽ ഇപ്പം നമ്മൾ ഈ പിന്നെ പലരും കച്ചവടക്കാരുണ്ടാവും. അതുകൊണ്ടുകൂടി പറയാം, ഈ നമ്മൾ ഈ കച്ചവടത്തിൽ ടെക്സ്റ്റൈൽസുകളൊക്കെ അതുപോലെ തന്നെ ഈ ഫാൻസി കാര്യങ്ങളൊക്കെ ഇപ്പം ഈ തിംസാലുകൾ വെക്കലുണ്ട്. ഏത് സ്റ്റാച്ചു ഉണ്ടല്ലോ, അത് നമ്മൾ വിഗ്രഹവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല വെക്കുന്നതെങ്കിലും കണ്ടാൽ ഒരു ഒറിജിനൽ മനുഷ്യനെ പോലെ ഉണ്ടാവും. അത് പാടില്ല, ഹറാമാണ്. ഇനി അത് ഹലാലാക്കാനൊരു വഴിയുണ്ട്. ഒന്നുകിൽ തല കട്ട് ചെയ്താൽ മതി, തല കട്ട് ചെയ്യുക. പക്ഷെ സ്ത്രീകളുടെ അംഗലാവണ്യൊന്നും പുറത്ത് അത് പാടില്ല കേട്ടോ. അതിനോട് സാദൃശ്യം ഉണ്ടാകുന്നതല്ല. നേരെ മറിച്ചൊരു തല കട്ട് ചെയ്ത, ഇപ്പം സൂറത്തുകൾക്കൊക്കെ അങ്ങനെയാണ്. ഇപ്പം തല ഇല്ലാതിരുന്നാൽ അതിനെന്തില്ല, പിന്നെ സൂറത്തിൻ്റെ ഹുക്കുമുണ്ടാവില്ല, ഒരു രൂപത്തിൻ്റെ ഹുക്കുമുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ചില ഇതൊക്കെ നമുക്ക് കാണാം, ഈ ടെക്സ്റ്റൈൽസിന് മറ്റൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്റ്റാറ്റു വെക്കും, ചിലത് തല ഉണ്ടാവില്ല. അപ്പം തലയോടുകൂടി ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വെക്കാൻ പാടില്ല. അതെന്തിൻ്റെ കൂട്ടത്തിലാണ് വിടുക? ഈ തിംസാൽ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രതിമകളുണ്ടല്ലോ, അതുണ്ടാവും. അതും ചെയ്യാൻ പാടില്ല. അപ്പം അത് നമ്മൾ പിന്നെ ഇപ്പം പല രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ ഉണ്ട് എന്നും കൂട്ടുക. ഇപ്പം രാഷ്ട്രീയ പാർട്ടി ചിലപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ പിന്നെ അവരെ നേതാക്കന്മാരെ ഫോട്ടോ, അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാലും കണക്കാട്ടോ. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞില്ല, അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഓലെ പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ, പിന്നെ ഫോട്ടോ അനച്ഛാദനം, അതുപോലെ തന്നെ അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കുക, അങ്ങോട്ട് അവിടെ ഫോട്ടോ വെക്കുക, അത് ഇസ്ലാമികമായിട്ട് ശരിയല്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്താലും അതിൽ മുസ്ലിമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം ഞാൻ ചോദിക്കും, സൗദി അറേബ്യയില്ലേ? സൗദി അറേബ്യയിലുണ്ട്. സൗദി അറേബ്യയിൽ ഇന്ത്യ ഇസ്ലാമാവില്ലല്ലോ. അവിടുത്തെ ഭരണാധികാരിയുടെ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്. അതും പാടില്ലാത്തതാണ്. അത് പണ്ഡിതന്മാർ വിധിച്ചാൽ പിന്നെ അടുത്ത ഭരണാധികാരികൾ ചെയ്യുന്നത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖൗമിൽ എങ്ങനെയാണ് വിഗ്രഹാരാധന വന്നത്? ഫോട്ടോത്തിലൂടെ. അത് ചെറിയൊരു ഫോട്ടോ ഇങ്ങനെ വെച്ച് പിന്നെ അത്ര വെച്ചിട്ടുള്ളൂ. പിന്നെ അടുത്ത ഖൗമ് അവിടെ പൂവൊക്കെ ഇങ്ങനെ തൂക്കി, പിന്നെ വിളക്കിങ്ങനെ കത്തിച്ച്, പിന്നെ അങ്ങനെ കൈ ഇങ്ങനെ പോയിക്കാണ്ട് പിന്നെ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അതങ്ങനെ ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ രൂപങ്ങളൊക്കെ വിരോധിച്ചത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്വീർ, കൈകൊണ്ട് വരച്ചുണ്ടാക്കുന്നു അല്ലെങ്കിൽ കൊത്തി ഉണ്ടാക്കുന്നു പാടില്ല എന്ന് പറഞ്ഞു? ഇതൊക്കെ ഇതാണ്.
അള്ളാഹു അല്ലാത്തവരിലേക്കുള്ള ആരാധനയിലേക്ക് എത്തുന്ന ഷിർക്കിലേക്ക് അത് എത്തുമെന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ വിരോധിച്ചത്. അപ്പോൾ തിംസാലിൻ്റെ രൂപം അതിൻ്റെ ഹുക്കുമ് ഈ ഒരു കേവലം വിഗ്രഹങ്ങളിൽ മാത്രമല്ല, ഇന്നും ഇതിൻ്റെ ഹുക്കുമ് ബാധകമാണ്. പക്ഷെ ഇവർ ആരാധിച്ചിരുന്നത് ഇവരിതൊരു ആരാധന രൂപം കണ്ടതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രത്യേകമായിക്കൊണ്ടും എതിർത്ത്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് വിഗ്രഹാരാധനക്കുള്ള ന്യായം? ഇതാണ് ഇബ്രാഹിം നബിയുടെ ചോദ്യം. എന്നറിയാം, നിങ്ങളിത് ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്യണില്ല, ഒരു ഉപദ്രവം ചെയ്യണില്ല. കുത്തൻ നിർത്തിയാൽ കുത്തനക്കും, കടത്തിട്ടാൽ കടത്തിറക്കും, തല കുത്തനാണെങ്കിൽ തല കുത്തനിർത്തും, നമ്മളടുത്ത് അങ്ങാടി അൽമാര വെച്ച് അത് അവിടെ കിടക്കും, താഴത്തിൽ വെസ്റ്റ് കൊട്ടേക്കിട്ട് അവിടെ കിടക്കും. ഇതാണല്ലോ പെയിൻറ്റ് അല്ലേ? ഞാൻ പലപ്പോഴും എന്താ വെച്ചാൽ പല ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഈ വിഗ്രഹങ്ങളെ വിൽക്കാൻ വെച്ചതാണ് നോകെ. നിങ്ങൾ ആലോചിക്ക്, ശരിക്ക് ഒരു മനുഷ്യന് ഒരു ലവലേശം ബുദ്ധി ഉണ്ടെങ്കിൽ അത് ചെയ്യോ? കാരണം കേട്ടോ, ഓന് ഇപ്പം ജാഹിലിയ കാലഘട്ടത്തിലെ സമ്പ്രദായം വെച്ചാൽ ഒരു നല്ല കല്ലിനെ ഓരിങ്ങനെ യാത്രക്കാരാണല്ലോ, അറബികൾ സഞ്ചാരികളാണല്ലോ, അതായത് ഹെലത്ത് ഷിത്തായി വസൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ യാത്രയിൽ വല്ല നല്ല കല്ലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത് ഇത് പഠിച്ചോനൊക്കെ പറ്റിയ കല്ലാട്ടോ, അപ്പോൾ അടുത്ത് കിച്ചിടും, ഇങ്ങോട്ട് അതിനെ ആരാധിക്കുക. ഇങ്ങോട്ട് കുറച്ചുകൂടി അപ്പുറത്തെത്തി അതിനെക്കാട്ടി നല്ല കല്ലുണ്ടാലോ നിർത്തിക്കിട്ടിട്ട് അടുത്തുണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഒരു എന്താണോ അതാണ് അഫറൈത്തമനിത്തഖദ ഇലാഹു ഹവ എന്നറിയില്ല, ഓൻ്റെ ഹവയാണോ ഓൻ്റെ ഇലാഹിനെ തീരുമാനിക്കുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിക്കും, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം എലിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, പശുവിനെ ആരാധിക്കുന്ന ആൾക്കാർ. ലോകത്ത് ഒരു മൃഗത്തെ ആരാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ഒരു പശുവിൻ്റെ മുമ്പിൽ പോയി വണക്കം സാർ എന്നൊക്കെ പറയുന്നുണ്ടോ? ഒരു എലി മറ്റൊരു എലി ആരാധിക്കണോ? എന്നാൽ ഈ ബുദ്ധിയുണ്ടെന്ന് പറയപ്പെടുന്ന ഇരുകാലി മനുഷ്യനാണ് ഈ നാക്കാലികളെ പോയിട്ട് ആരാധിക്കുക. എന്നിട്ട് അതിൻ്റെ പേരിൽ മനുഷ്യന്മാരെ കൊല്ലുക, പശുവിന് അർത്ഥം എന്ന് പറഞ്ഞാണ്ട് മനുഷ്യന്മാർ. എത്ര ബുദ്ധി! അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമാന്യ യുക്തി ഉണ്ടായാൽ അവനോടെത്തും, തൗഹീദക്കെത്തും. സാമാന്യ ബുദ്ധി. ഒരു സഹാബി അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ, നമുക്ക് പറഞ്ഞതായിരിക്കും, ഒരു സഹാബിൻ്റെ കൂട്ടുകാരൻ, അദ്ദേഹം തനിച്ച് വിഗ്രഹ ആരാധകനായിരുന്നു. പക്ഷെ എത്ര പറഞ്ഞിട്ടും ഇവർക്ക് കേൾക്കുന്നില്ല. മൂപ്പര് എന്താ വെച്ചാൽ മൂപ്പര് ആരാധിക്കുന്ന വിഗ്രഹം എടുത്തുകൊണ്ട് എല്ലാവർക്കും പൊട്ടക്കിണറ്റ് കൊണ്ടിട്ട് അദ്ദേഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. എത്ര നേരം കാണില്ല. അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു നായ മൂത്രയ്ക്കണം എമക്ക് ഈ വിഗ്രഹത്തുമക്ക്. അപ്പോഴാണോ ചിന്തിച്ച്, ഞാനിപ്പോൾ എന്തിനാ ആരാധിക്കണേ? എനിക്കും വല്ല മുസീബത്തും വരുമ്പോൾ തടുക്കാനല്ലേ. പക്ഷെ ഇതിൻ്റെ തലയിൽ കൂടെയാണ് ആര് മൂത്രയ്ക്കണേ? ഇതിൻ്റെ തലയിൽ കൂടെയാണ് ആര് മൂത്രയ്ക്കണത്? നായ മൂത്രയ്ക്കണത്. അതുപോലും തടുക്കാൻ കഴിയാത്ത ഇതിന് പിന്നെ എന്നെ സംരക്ഷിക്കാൻ കഴിയുക? അപ്പോൾ അവൻ്റെ അടുത്തൊന്നും ശാത്തേരുമ ചെല്ലിയെന്ന ബുദ്ധി ഉണ്ടായാൽ മതി, കേവലം ബുദ്ധി ഉണ്ടായാൽ മതി. ഇന്നിപ്പോൾ വലിയ പേടകവും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കി മനുഷ്യൻ്റെ എല്ലാ ആധുനിക മോഡേൺ ടെക്നോളജിയൊക്കെ ഉണ്ടാക്കിയിട്ട് ബഹിരാകാശത്തേക്ക് ഒരു വിമാനം പെടണമെങ്കിൽ അതിന് രാശി നോക്കണം, മറ്റേ നോക്കണം. അന്ധവിശ്വാസം എന്തൊരു വിഡ്ഢിത്താണ് മനുഷ്യൻ്റെ. അപ്പം ഇതാണ് ശരിക്കും തമാസീലുകൾ ഇന്നും ഉണ്ട്. ഇബ്രാഹിം നബി എതിർത്ത തിംസാലുകൾ ഇന്നുമുണ്ട്. അപ്പം എന്താണ് ഇതിന് ന്യായം എന്നാണ് ഇബ്രാഹിം നബി ചോദിക്കുന്നത്. ഇതൊന്നും ഉപകാരം ചെയ്യാത്തല്ലേ, നിങ്ങൾ കൈകൊണ്ട് കൊത്തിണ്ടാക്കി. അപ്പോൾ ഒരു പറഞ്ഞ ന്യായം എന്താ? ബുദ്ധിപരമായ ന്യായമില്ലല്ലോ. കാലം അവർ പറഞ്ഞു വജദ്ന ആബാഅന ലഹ ആബിദീൻ. തന്നോ വജദ്ന ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആരെ? നമ്മളെ വാപ്പക്കാരനവന്മാർ ലഹ ആബിദീൻ, ഇതിനെ ആരാധിക്കുന്നവരായിട്ട്. നമ്മളെ വാപ്പാര് ഇതിനെ ആരാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ആരാധിക്കുക. ഇതിനല്ല ഇപ്പോൾ ലോകത്ത് എല്ലാ മുശ്രിക്കുകളും. ഇപ്പോൾ ഇത് ഇബ്രാഹിം നബിൻ്റെ ഖൗം പറഞ്ഞ മറുപടിയാണ്. മക്കത്തെ മുശ്രിക്ക് എന്താ പറഞ്ഞത്? വജദ്ന അലൈഹി ആബാഅന കദാലിക യഫ്അലൂൻ, ഇതേപോലെ ആരാധിക്കുക ഞങ്ങൾ കൊണ്ട്. അപ്പുറം നമ്മളും അങ്ങനെ ചെയ്യണം. അതാണ് ഈ ലോകത്ത് ഇപ്പം ഇന്ന് നമ്മളെ ഖൗമിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ എന്തിനാണ് ഈ ജാറത്തൊക്കെ കെട്ടിബന്ധിച്ച് ആവശ്യമില്ല? കാരണന്മാർ എതിർക്കാൻ പാടുണ്ടോ? നമ്മളെ വാപ്പക്കാരനന്മാരായിട്ട് കിട്ടിയതല്ല അതൊക്കെ. ഈ വഹാബികൾ നിങ്ങളൊന്നും വേണ്ട പുതിയതൊക്കെ എതിർക്കല്ലേ എന്നല്ലേ പറഞ്ഞ്.
ഏത് കാലഘട്ടത്തിലും ഈ പാരമ്പര്യവാദമാണ് ആളുകളെ ശിർക്കിലേക്ക് കൊണ്ടെത്തിക്കുക. എന്നാൽ നിങ്ങൾ ആലോചിക്കുക, ചില ആൾക്കാർ പറയും പിന്നെ ഇതൊന്നും നമ്മൾ എതിർക്കാൻ പറ്റൂല, വാപ്പാര് ചെയ്താണ്. എന്നാൽ ദുനിയാവിൻ്റെ കാര്യത്തിൽ വാപ്പാൻ എടുക്കുന്നുണ്ടോ? എൻ്റെ വാപ്പ മന്തി മട്ടൻ ബിരിയാണി തിന്നില്ല, കഞ്ഞി കുടിച്ചാൽ ജീവിച്ച്, എന്നാൽ ഞാനും കഞ്ഞി കുടിച്ചിട്ടെ എന്ന് ഏതെങ്കിലും അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. എൻ്റെ വാപ്പ ഏസിട്ടൊന്നും കടന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വാപ്പ കാറിൽ പോയില്ല, ചെരുപ്പടാൻ നടന്ന പോയി നിന്ന് ഞാനും നടന്നോട്ടെ ആരും ചിന്തിക്കണ്ടോ? അതിലൊന്നും പാപ്പാരെ പാരമ്പര്യം വേണ്ട, ദുനിയാവിൻ്റെ വിഷയത്തിലൊന്നും വേണ്ട, ദീനിൻ്റെ വിഷയത്തിൽ മാത്രം ഒരു പാരമ്പര്യമാണ്. എൻ്റെ വാപ്പ അത്ര നല്ല തുണി നിർത്തിയില്ല, പണ്ടൊക്കെ മറ്റേ ഈ പിന്നെ വേനലൊക്കെ വന്ന എന്തായി പുറത്താണല്ലോ ഈ തടുക്കൊക്കെ ഇട്ടിട്ടാണല്ലോ കിടക്കുക, ഞാനും തടുക്കിട്ട് കിടക്കട്ടെ. എന്നാൽ ദുനിയാവിൽ ആരും എൻ്റെ വാപ്പ വിമാനത്തിലും കയറിയില്ല, അതുകൊണ്ട് ഞാനും കയറില്ല, ആരും പറഞ്ഞില്ല. ദുനിയാവിൻ്റെ വിഷയത്തിൽ ബാപ്പാരെ മാറ്റി വെക്കുന്ന ആൾക്കാർ ഈ ദീനിൻ്റെ വിഷയത്തിൽ തെളിവുണ്ട്, തിരക്കടില്ല, ഒരു തെളിവുമില്ലാത്ത ദീനിൻ്റെ വിഷയത്തിൽ ഇതേ പാരമ്പര്യവാദം ഉന്നയിക്കുക. അതിന്നുണ്ട്. നമുക്ക് കാരണന്മാരായിട്ട് കിട്ടിയതാണ്, ഈ മഹലിൽ പണ്ടൊക്കെ മണ്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എതിർക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പാരമ്പര്യമുണ്ട്, പാരമ്പര്യം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ടാണ് വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹിമ ഇസ്മായിൽ എന്നൊക്കെ എൻ്റെ വിശ്വാസം പറഞ്ഞു. എൻ്റെ പാരമ്പര്യമാക്കി ഇബ്രാഹിം നബിൻ്റെ, ഇസ്മായിൽ നബി, ഇസാഖ് നബിൻ്റെ പാരമ്പര്യം. അപ്പം നമുക്ക് പാരമ്പര്യമാണ്, അതുകൊണ്ട് നമ്മൾ സലഫികൾ പറഞ്ഞു. ഇപ്പം നമ്മൾ സലഫികൾ എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു പാരമ്പര്യമല്ലേ. സലഫിൻ്റെ പാരമ്പര്യം പിൻപറ്റുന്നവരാണ് ആര്? സലഫികൾ. പാരമ്പര്യവാദം ഇസ്ലാമിനെതിരല്ല, പക്ഷെ ആ പാരമ്പര്യം ഒറിജിനലാണ്, തെളിവുള്ളതാണ്. അത്രയേ ഉള്ളൂ. വജദന ആബാഅന ലഹാ ആബിദ്. അപ്പം എന്ത് ചെയ്തു, എന്താണ് നമ്മുടെ മുൻഗാമികൾ ചെയ്തതെന്നല്ല ഒരു മനുഷ്യൻ നോക്കേണ്ടത്, ആ മുൻഗാമികൾ ചെയ്തതിൽ മാതൃക ഉണ്ടോ, ഖുർആനും സുന്നത്തും പിന്നെ ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ, ഈ തിന്മകൾ ചെയ്യാൻ ബാപ്പക്കാരന്മാരെ മാതൃകയാക്കുന്ന ആളുകൾ പക്ഷെ പരലോകത്തെത്തി എന്താ പറയാറ്? എൻ്റെ വാപ്പ ഇവിടുന്ന് ചില ആൾക്കാർ എൻ്റെ വാപ്പ നരകത്തിലാണ്, ഞാൻ നരകത്തിലേക്കോട്ടെ അങ്ങനെ പറഞ്ഞ ആൾക്കാരില്ലേ? ഈ ഉസ്താദ്മാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലേക്കോട്ടെ, അതൊക്കെ ഇവിടുന്ന് പറയും. ഇദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും. ഖിയാമത്ത് നാളിൽ സൂറിൽ അങ്ങോട്ട് ഊതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുടുംബബന്ധമില്ല. ഫലാ യതസാഅലൂൻ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുക പോലുമില്ല. മാത്രമല്ല യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനി. അല്ലാഹു പറയുന്നു, ഇതൊക്കെ നടക്കാൻ നിൽക്കുന്ന കാര്യമാണ്. ഒരു മനുഷ്യന് ഫർറ യഫിറു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഖുർആനിലുണ്ട് ഫറത്ത് മിൻ ഖസ്വറാൻ, സിംഹത്തെ കണ്ടാൽ ഓടുന്നത് പോലെ ഓടുക, അതിനാണ് ഫിറാർ എന്ന് പറയുന്നത്. ശരിക്ക് നമ്മൾ ഒരു നായ ബാക്കിൽ കൂടിയാൽ ഓടുക, ഇങ്ങനെ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകും. അപ്പോൾ ഒരു സിംഹം നമ്മുടെ ബാക്കിൽ വന്ന് അങ്ങനെ, അതേപോലെയാണ് ബാപ്പാനെ കണ്ടാൽ മക്കൾ ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങോട്ടാണ് ഇവിടുന്ന് വീമ്പടിക്കണ്ട്, ബാപ്പ നരകത്തിലാണ്, ഞാൻ നരകത്തിലേക്കോട്ടെ. ആ ബാപ്പാനെ കണ്ടാൽ പരലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനി. കാരണം എന്താ പറഞ്ഞു? ലിക്കുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നി. കാരണം ഓരോരുത്തർക്കും അവനവൻ്റെ കാര്യം തന്നെ നോക്കാണ്ട്. ഞാനിപ്പോൾ എൻ്റെ മോനെ കണ്ടിട്ട് പഠിച്ചോനെ ഓൻ്റെ കാര്യം കൂടി ഞാൻ ഏറ്റെടുക്കണം, എനിക്ക് എൻ്റെ കാര്യം തന്നെ എമ്പാടുണ്ടാകും, ഓനെ കാണുമ്പോൾ ഇങ്ങോട്ട് നടക്കും. മകൻ വാപ്പാനെ കാണുമ്പോൾ എന്താ ചിന്തിക്കുക? എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാണ്ട് വാപ്പാനെ കൂടി കാര്യം ഞാൻ ഏറ്റെടുക്കേണ്ടി വെച്ച് വാപ്പാനെ ഒഴിഞ്ഞടക്കുന്നു. അപ്പം ഇത് ഈ പാരമ്പര്യവാദം പൊള്ളയായ വാദമാണ്. ദുനിയാവിൽ നിന്ന് ഒരു ബടായി അടിക്കാൻ മാത്രം പറ്റുന്നല്ലാതെ പരലോകത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു ഉപകാരവും ചെയ്യാത്ത വാദമാണ് പാരമ്പര്യവാദം. എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഇന്ന ആൾക്കാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലേക്കോട്ടെ എന്ന് പറയും. അത് നരകത്തിൻ്റെ ഗാംഭീര്യവും നരകത്തിൻ്റെ ആ ഒരു ശിക്ഷയുടെ കാഠിന്യവും ശരിക്കും മനസ്സിലാകാത്തത് കൊണ്ടുള്ള അത് പറയുക. ശരിക്കും നരകം മുന്നിൽ കാണുമ്പം ലൗ യഫ്തദീ എന്നുള്ള പറഞ്ഞില്ലേ, അതിൽ നിന്ന് സ്വന്തം ഏറ്റവും അടുത്ത ആളുകളെ നരകത്തിലേക്ക് ഇട്ടിട്ടെങ്കിലും എനിക്ക് കഴിച്ചിലാണെന്നാണ് അവിടെ ചിന്തിക്കുക. മനസ്സിലായില്ലേ? പഠിച്ചാൽ എൻ്റെ വാപ്പാനെ നരകത്തിട്ടെങ്കിലും എനിക്കും നരകത്തിന് മോചനം കൊണ്ടാ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ വജദന അലൈഹി ആബാഅന കദാലിക ഫഅലൂൻ ലഹാബിദ് എന്നുള്ള വാദം ദുനിയാവിൽ പൊള്ളയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി എന്താണ്? ഖാല ലഖദ് കുൻതും അൻതും വആബാഉകും ഫീ ളലാലിൻ മുബീൻ.
ഖാല ഇബ്രാഹിം നബി മറുപടി ലഖദ് കുന്തും നിങ്ങളായിരുന്നു അൻതും നിങ്ങൾ തന്നെയും ആബാഉക്കും നിങ്ങളുടെ മുഴുവൻ പിതാക്കന്മാരും ഫീ ളലാലിൻ മുബീൻ വ്യക്തമായ വഴികേടുകൾ. അപ്പോൾ ഇതിൽ ആരൊക്കെ പെട്ട്? ഇബ്രാഹിം നബിൻ്റെ വാപ്പയും പെട്ടില്ലേ? ഇബ്രാഹിം നബിൻ്റെ വാപ്പ അവിടെ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ വാപ്പക്കാരന്മാർ ഇബ്രാഹിം നബി ഇബ്രാഹിമിൻ്റെ വാപ്പക്കാരന്മാരൊക്കെ വലാല് മുബീൻ തന്നെയാണ്, വ്യക്തമായ വഴികേടിലാണ്. ഇപ്പം ഇബ്രാഹിം നബിൻ്റെ പിതാവിനെ സംബന്ധിച്ച് പിന്നെ അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ വാപ്പാനിമാനെ പറ്റി നമ്മുടെ ഷിയാക്കൾക്ക് വിശ്വാസമുണ്ട്. കാരണം അമ്പിയാക്കന്മാരുടെ പിതാക്കന്മാർ ഒരിക്കലും മുശ്രിക്കാകൂല എന്നാണ് ആരുടെ വിശ്വാസം? ഷിയാക്കളുടെ വിശ്വാസം. ശരി, ഓരോ ശുദ്ധമായ പിന്നെ പരമ്പരയിൽ വരുന്നവരായിരിക്കും. അത് പിന്നെ ഷിയാക്കൾ അത് ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്കിപ്പോൾ അബൂ താലിബിനെ മുസ്ലിം ആക്കണം. അബൂ താലിബിൻ്റെ മോനാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അപ്പം അലി റളിയല്ലാഹു അൻഹു ഒരു കാഫിറിൻ്റെ മോനാണെന്ന് പറയുമ്പോൾ സുഖമില്ലല്ലോ. അല്ല, വലിയ അബൂബക്കർ സിദ്ദീഖിനെക്കാട്ടും വലിയ ആളല്ല അവർക്ക് ആർക്ക്? ഷിയാക്കൾക്ക്. അല്ലെ അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിലാഫത്ത് വസിയത്ത് ചെയ്തിരുന്നു അലി റളിയല്ലാഹു അൻഹു. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തട്ടിയെടുത്തെന്നാണല്ലോ അവരുടെ വാദം. എത്രത്തോളം ചോദിച്ചാൽ അലി റളിയല്ലാഹു അൻഹു പടച്ചോനാന്ന് വരെ വാദിച്ച ആൾക്കാരുണ്ട്. മനസ്സിലാക്കിയോ? നമ്മൾ ഏത് CM മടവൂർ പടച്ചോനെന്ന് പറഞ്ഞ ചില ആൾക്കാർ വാദിച്ചില്ലേ? അതിൻ്റെ പോലെ വല്യാപ്പാര് എന്ത് വാദിച്ചിട്ടുണ്ട്? അലി റളിയല്ലാഹു അൻഹു പടച്ചോനെ വാദിച്ചിട്ടുണ്ട്. അങ്ങനെ വാദിച്ചൊരു ചെങ്ങായനെ കൊന്ന് ചുട്ട് കരിച്ചിട്ടുണ്ട് അലി റളിയല്ലാഹുവിൻ്റെ കാലത്ത്. തീക്കിട്ട് കരിച്ചു കളഞ്ഞത്. അത്രയും ഗുരുതരമായ ശിക്ഷ. അപ്പോൾ ഇന്നത്തെ കൗമൊക്കെ ഉണ്ടെങ്കിൽ CM മടവൂര് അത് അലി റളിയല്ലാഹുവിനെ പഠിച്ചു. അലി റളിയല്ലാഹുവിന് ആരാ? അശ്റത്തുൽ ബഷീർ റസൂലുള്ളാഹിന്റെ മരുവനാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാ. അദ്ദേഹത്തെ സംബന്ധിച്ച് പടച്ചോനാന്ന് പറഞ്ഞിട്ട് അന്നത്തെ ഭരണാധികാരികളും അമീർമാരൊക്കെ ചുട്ട് കരിച്ചിട്ടുണ്ട്. ഈ പിന്നെ മനസ്സിന് പോലും സ്ഥിരതയില്ലാത്ത ഇയാൾ പടച്ചോനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേക്കാരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കാൻ. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പിന്നെ അമ്പിയാക്കന്മാരുടെ പിതാക്കന്മാർ പിന്നെ അഥവാ തൗഹീദുള്ളവരായിരുന്നു എന്നൊരു വിശ്വാസം ഷിയാക്കൾക്കുണ്ട്. ആ ഷിയാ വിശ്വാസം ബറേലികളിലൂടെ സമസ്തയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആമിന റളിയല്ലാഹു അൻഹ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? റസൂലുള്ളാഹിൻ്റെ ഉമ്മാൻ്റെ പേര് കേൾക്കുമ്പോൾ ആമിന ബീവി ആയതന്നെ എങ്ങനെയാണ്? ആമിന ബീവി എന്നല്ല നമ്മൾ പറച്ചിൽ തന്നെ അല്ലേ? റസൂലുള്ളാഹിൻ്റെ ഉമ്മ എന്താ? ആമിന ബീവി. ഈ ബീവി ആയാലെങ്ങനെ? സാധാരണ അഹ്ലു ബൈത്തിൽപ്പെട്ട, നമ്മൾ മലയാളത്തിലാണെങ്കിൽ അഹ്ലു ബൈത്തിൽപ്പെട്ട ആൾക്കാർ ബീവി അറിയാം. യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നാണ് നമുക്ക് ആഗ്രഹം. പക്ഷെ അങ്ങനെ എല്ലായിപ്പോയി. അതാണ് ഇബ്രാഹിം നബിൻ്റെ ആപ്പാനെ നോക്കി നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിൻ്റെ ഒരു പ്രാർത്ഥന, വലാ തുഖ്സിനി യൗമ യുബ്അസൂന, ഇബ്രാഹിം നബിൻ്റെ ഒരു പ്രാർത്ഥന. അള്ളാഹുവെ ഖിയാമത്ത് നാൾ നീ എന്നെ നിന്ദിക്കരുത്. അതെന്തിനെ പറ്റി അറിയാം? ഇബ്രാഹിം നബി തെറ്റ് ചെയ്തിട്ടില്ല. ഇബ്രാഹിം നബി മുഅ്മിനീങ്ങളുടെ നേതാവാണ്. ആ നേതാവ് ഇബ്രാഹിം നബിയോടെ ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം നബിൻ്റെ ബാപ്പ നരകത്തേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ആ പിതാവിനെ കൊണ്ട് നീ എന്നെ നിന്ദിക്കരുതേ എന്നാണ് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇബ്രാഹിം ഹദീസിൽ കാണും, ബുഖാരി ഹദീസാണ്, ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ രൂപം അല്ലാഹു മാറ്റുന്ന പരലോകത്തുനിന്ന്. പിതാവിൻ്റെ രൂപം അള്ളാഹു മനുഷ്യരൂപത്തിൽ നിന്ന് വേറെ ഒരു ചെറിയ ജീവിയുടെ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് ഇബ്രാഹിം നബിൻ്റെ പിതാവിനെന്ത് ചെയ്യുക? നരകത്തിലേക്ക് ഇടുക. കാലിൻ്റെ വീട്ടിൽ കൊള്ളാൻ ചെറിയൊരു ജീവിയാണ്, പല വിഭാഗത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അത് ഇതാ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് നമുക്കറിയാം, പിതാവ് റസൂൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. മാതാവ് 6 മാസം കഴിഞ്ഞ് മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബർ മറമാടപ്പെട്ട സ്ഥലത്തിലൂടെ വരികയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഉമ്മ എന്നുള്ള വികാരം റസൂലുള്ളാഹിക്ക് ഉണ്ടാവുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹിനോട് ചോദിച്ചു, എൻ്റെ ഉമ്മാക്ക് ഞാൻ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉമ്മാക്ക് പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യട്ടെ. അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് അനുവാദം കൊടുത്തില്ല. എന്നാൽ എൻ്റെ ഉമ്മാൻ്റെ ഖബർ ഞാനൊന്ന് സന്ദർശിക്കട്ടെ എന്ന് ചോദിച്ചു, അനുവാദം കൊടുത്തു. ഇത് ഇമാം മുസ്ലിമിൻ്റെ ഹദീസാണ്. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന് കൊടുക്കുന്ന അധ്യായം എന്താ അറിയാം?
ബാബു സിയാറത്തിൽ ഖബറിൽ മുശ്രിക്. ഒരു മുശ്രിക്കിൻ്റെ ഖബർ എന്ത് ചെയ്യാം? സിയാറത്ത് ചെയ്യാം. ആരവിടെ മുശ്രിക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളെക്കാൾ കൂടുതൽ ആഗ്രഹം ഉണ്ടാവും അവർക്ക്. അന്ന് ഇബ്രാഹിം നബിയുടെ മില്ലത്തിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പിന്നെ വറഖത്ത് ബിൻ നൗഫൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബിയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ മനസ്സിലായല്ലോ, സ്വീകരിച്ചല്ലോ. പിന്നെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഐ നബി, എൻ്റെ വാപ്പയുടെ നബി സ്വർഗത്തിലോ നരകത്തിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫിന്നാർ, നരകത്തിലാണ്. ചില കാര്യമൊന്നും ചോദിക്കാൻ പാടില്ല. അയാൾക്ക് ആദ്യം അറിയാതിരുന്നെങ്കിലും ടെൻഷൻ ഉണ്ടാവില്ലല്ലോ. നരകത്തിലാന്ന് പറഞ്ഞു, ആ ടെൻഷനെ തിരിച്ചു ഇവിടെ മാറും. ഇന്ന അബി അബാക്ക് ഫിന്നാർ, എൻ്റെ പിതാവും നിന്റെ പിതാവും നരകത്തിലാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മാനെ പറ്റി ബാപ്പാനെ പറ്റി എന്ന് ഷിയാക്കൾ വിശ്വസിക്കണം. എന്താ അറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയെയും ബാപ്പയും അള്ളാഹു രണ്ടാമത് ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിപ്പിച്ച് പിന്നെയും ഖബറിലേക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട്. അവ ഏതായാലും മരിച്ച മുസ്ലിം എല്ലാം ഉറപ്പാണല്ലോ. അപ്പം ഈ വാദത്തിൽ നിന്ന് എന്താ കിട്ടുക? മുസ്ലിമായിട്ട് മരിച്ചതാണെങ്കിൽ പിന്നെ രണ്ടാമത് ജീവിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ തന്നെ സുന്നലോ തന്നെയാണ് യഥാർത്ഥത്തിൽ. പിന്നെ അത് ശരിയായ വിശ്വാസമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി, നൂഹ് നബിൻ്റെ മോന്, ലൂത്ത് നബിൻ്റെ ഭാര്യ അവരൊക്കെ അഹ്ലു ബൈത്തല്ലേ? പ്രവാചകന്റെ ഭാര്യമാരും അഹ്ലു ബൈത്താണല്ലോ. അതിൽ അഹ്ലു സുന്ന വിശ്വാസം. ലൂത്ത് നബിൻ്റെ ഭാര്യയും നൂഹ് നബിൻ്റെ ഭാര്യയും ഇവർ ആർക്ക് മാതൃകയാണ്? കാഫിര്യങ്ങൾക്ക് മാതൃകയല്ലേ? എന്നാൽ ഒരു രണ്ടാൾ കാഫറാണല്ലോ. ലൂത്ത് നബിയുടെ ഭാര്യയും നൂഹ് നബിൻ്റെ ഭാര്യ കാഫറാണല്ലോ. അപ്പം എന്താട്ടെ? ഇത് അള്ളാഹ് പറഞ്ഞിടത്ത് നിൽക്കാൻ. അള്ളാഹു യഹ്ദില്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് ഹിദായത്ത് കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വന്ന ആളുകളെ തടഞ്ഞ വ്യക്തി. റസൂലുള്ളാഹി ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയാണല്ലോ അബൂ താലിബ്. ഖാലിദ് ബിൻ വലീദിൻ്റെ സഹോദരൻ മുഹമ്മദ്, ആ മുഹമ്മദിനെ കൂട്ടിയിട്ട് പിന്നെ മുഹമ്മദല്ല, ജാബിറാണോ മുഹമ്മദല്ല, പിന്നെ ജാബിറാണോ പേര് സംശയം എനിക്ക്. പിന്നെ അദ്ദേഹത്തെ കൂട്ടി അബൂ താലിബിൻ്റെ അടുത്തേക്ക് വരികയാണ് മക്കത്തെ മുശ്രിക്കുകൾ. എന്നിട്ട് പറയാണ്, മുഹമ്മദൻ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇവൻ നല്ല ബുദ്ധിമാനാണ്, നല്ല ആയുധാഭ്യാസിയാണ്, നല്ല സത്യസന്ധനാണ്, ഇവൻ നിങ്ങൾ പോറ്റണം മുഹമ്മദിന് പകരം. ഒരു മകനല്ല ആവശ്യം, ഇവനെടുത്തോളി, ഓനെ നമുക്ക് വിട്ടുതരണം. അബൂ താലിബിനെ ചിരിച്ച്, എന്താ ഇപ്പം നിങ്ങൾ പറയണേ? എൻ്റെ മോനെ നിങ്ങൾക്ക് കൊല്ലാൻ വിട്ടുതരാം കേട്ടോ, നിങ്ങളെ മോനെ ഞാൻ പോറ്റും വേണം. അങ്ങനുണ്ട്. എൻ്റെ മോനെ നിങ്ങൾ കൊണ്ടുപോയി കൊല്ലുക, നിങ്ങളെ മോനെ ഞങ്ങളുടെ പോറ്റുക. സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വന്നവരെ തടഞ്ഞു നിർത്തിയ വ്യക്തിയാണ് അബൂ താലിബ്. പക്ഷെ അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വന്നവർക്ക് വരെ അള്ളാഹു ഹിദായത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദ് അടക്കമുള്ള, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. അതാണ് ലഖദ് കുന്തും അൻതും വ ആബാഉകും ഫി ളലാലിൻ മുബീൻ, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു. അപ്പം അതുകൊണ്ട് ആ വഴികേട് നിങ്ങൾ പിൻപറ്റരുത്, നിങ്ങൾ ഹക്ക് സ്വീകരിക്കണം. ആ ഹക്ക് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അടുത്ത്. ഖാലു, അവർ ചോദിച്ചു, അജിഅ്തനാ ബിൽ ഹഖ്, നീ ഹക്കുമായിട്ടാണോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്? ഇത് പിതാക്കന്മാരതൊക്കെ ളലാലത്താണ്, അത് നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പറഞ്ഞല്ലോ. വാപ്പക്കാരന്മാരതൊക്കെ ളലാലങ്ങളൊക്കെ വ്യക്തമായ വഴികേടിൽ തന്നെയായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോൾ അവർ ചോദിക്കാണ്, ഖാലു അജിഅ്തനാ ബിൽ ഹഖ്, നീ ഞങ്ങൾക്ക് ഹക്കുമായി കൊണ്ട് വന്നിട്ടുണ്ടോ? അതിൻ്റെ അടുത്ത് വല്ല ഹക്കുണ്ടോ? അതല്ല, അം അൻത മിനൽ ലാഇബീൻ, ലാഇബ് എന്താ? കളി. ലാഇബ് എന്ന് പറഞ്ഞാൽ കളിക്കുക, ലാഇബ് എന്ന് പറഞ്ഞാൽ കളിക്കുന്നവർ. അതല്ല, നീ ഇതൊക്കെ തമാശയായിക്കൊണ്ട് പറയുന്നവനാണോ?
അതൊക്കെ ഒരു വെറുതെ നേരം പോക്കിലും കളിതമാശയായിട്ട് പറയുകയാണോ, അതല്ല യഥാർത്ഥത്തിൽ നിന്റെ അടുക്കൽ വല്ല ഹക്കുമുണ്ടോ എന്നവർ ചോദിക്കാൻ. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ യുവത്വ കാലഘട്ടമാണ്. യുവത്വ കാലഘട്ടം അതാണ് ശേഷം അടുത്ത ആയത്തിൽ വരുന്നുണ്ട്, ഇത് ഖുർഹും ഫത്ത യുഖാലു ഇബ്രാഹിം. അപ്പം ആ യുവത്വ കാലഘട്ടമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തിന് വേണ്ടി പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിക്കണമെന്ന് വെച്ചാൽ അൻത മിനൽ ലാഇബീൻ. അപ്പോൾ പിന്നെ ഇബ്രാഹിം നബി കൊടുക്കുന്ന മറുപടിയാണ് ഖാല ബർ റബ്ബുക്കും, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങളുടെ റബ്ബ് ആരാണ്? റബ്ബു സമാവാതി വൽ അർദ്. ഇതൊന്നുമല്ല നിങ്ങളുടെ റബ്ബ്. നിങ്ങളുടെ റബ്ബാരാണ് ഈ കാണുന്ന വിഗ്രഹങ്ങളല്ല. റബ്ബു സമാവാതി വൽ അർദി, ആകാശങ്ങളെയും ഭൂമിയുടെയും റബ്ബാണവൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബാണ്. നമ്മൾ മനസ്സിലാക്കുക റബ്ബു സമായി എന്നല്ല റബ്ബു സമാവാത്തി എന്നാണോ എല്ലാ നബിമാരും പ്രയോഗിച്ചിരിക്കുന്ന പ്രയോഗം. അപ്പോൾ പണ്ടക്കും പണ്ടേ ആകാശങ്ങൾ എണ്ണമുണ്ടെന്നും അതുപോലെ തന്നെ ഒന്നിലധികം ആകാശങ്ങളുണ്ട് എന്ന വിശ്വാസം പണ്ടക്കും പണ്ടേ ഉണ്ട്. അല്ലെങ്കിൽ റബ്ബു സമായി എന്നല്ല പറയാം. അള്ളാഹിനെ പരിചയപ്പെടുത്തിയപ്പോൾ എന്താ പറഞ്ഞ്? റബ്ബു സമാവാത്ത്, ആകാശങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു ഖുർആൻ നബി. അപ്പം ആകാശങ്ങളുടെ റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. വൽ അർദി, ഭൂമിയുടെയും. എങ്ങനെയുള്ള? അല്ലദീ ഫതറഹുന്ന. ഫതറ എന്ന് പറഞ്ഞാൽ എന്താ? സൃഷ്ടിക്കുക, ഖലഖഹുന്ന. അപ്പം ആ ആകാശങ്ങളെയും ഭൂമിയുടെയും സൃഷ്ടിച്ച ആ സൃഷ്ടാവാണ് നിങ്ങളുടെ റബ്ബ്. അതിൻ്റെയും റബ്ബാണ് നിങ്ങളുടെയും റബ്ബ്. മാത്രമല്ല വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ, ഇതൊക്കെ പടച്ചോനാണ് സൃഷ്ടിച്ചത് എന്നതിന് നിങ്ങൾക്ക് മേൽ ഞാൻ സാക്ഷിയാണ്. എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന വാചകത. അപ്പോഴാണ് പിന്നീട് ശേഷം വേറെ ചരിത്രമാണല്ലോ, ഓരോ വിഗ്രഹത്തെ തകർക്കുന്ന ചരിത്രം പറഞ്ഞു. അപ്പോൾ ഇവിടെ അവർ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ ഇത് നീ ഹക്കായി പറയുകയാണ്. ഇബ്രാഹിം നബി പറഞ്ഞ ഹക്കാണ് പറഞ്ഞത്. നിങ്ങളെ സൃഷ്ടിച്ചവൻ ഈ ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാണ്. മാത്രമല്ല വഅന അലാ ദാലികും മിനശ് ഷാഹിദീൻ, ഞാൻ നിങ്ങൾക്ക് അതിന് ഷാഹിദാണ് എന്ന് പറഞ്ഞു. എന്ന് ഷാഹിദ് എന്ന് പറഞ്ഞെങ്കിൽ ഞാനത് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് ഞാനെന്താണ്? സാക്ഷിയാണ്. അപ്പം ഞാൻ സാക്ഷിയാന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെ ഇലാഹില്ല വല റബ്ബില്ല. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ്. ഈ ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് ഉച്ചരിക്കൽ മാത്രമല്ല. അപ്പം നമുക്കറിയാം അർക്കാനുൽ ഇസ്ലാമിൻ്റെ 4 അമലാണല്ലോ. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്. ഇതൊക്കെ എന്താ? അമലല്ലേ, വിശ്വാസമല്ലല്ലോ. ആ കൂട്ടത്തിലാണ് ഏതുള്ളത്? ഷഹാദത്ത് കലിമ. അപ്പം ശരിക്കും അതും അമലാണ്. കാരണം ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു ചെല്ലല്ലോ. അഷ്ഹദ് എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷിയായിരിക്കുന്നു. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹുക്കും റസൂലുക്കും. അപ്പം അള്ളാഹിൻ്റെ റസൂല എന്നുള്ളതിന് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ജീവിതം സാക്ഷിയാണ്. പടച്ചോനല്ലാതെ വേറെ ഇലാഹില്ല എന്നുള്ളതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചു. എൻ്റെ ജീവിതം കണ്ടാലും എൻ്റെ ഇബാദത്ത് അള്ളാഹ്ക്കല്ലാതെ പോകില്ല. എൻ്റെ ആരാധനകളൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് പോകില്ല. ആ എൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എൻ്റെ ജീവിതം. മുഹമ്മദ് റസൂലുള്ളാഹിയാണ് എൻ്റെ ജീവിതം. അപ്പം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ജീവിച്ച് കാണിച്ചു. അതുകൊണ്ടാണ് അഹ്ലുസുന്ന പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലുൻ വ അമൽ. ഖൗലും ഉണ്ട്, അമലും ഉണ്ട്. അതിനനുസരിച്ച് പ്രവർത്തനമുണ്ട്. വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലി കുത്തിരുന്നാൽ അല്ല മുസ്ലിം ആയിക്കൊള്ളുന്നില്ല, പൂർണ്ണ മുസ്ലിം ആവില്ല. അവൻ്റെ അമലും കൂടി എന്ത് ചെയ്യണം? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് യോജിച്ചുകൊണ്ട് വരണം. അതുകൊണ്ടാണ് വഅന അലാ ദാലികും എന്ന് പറഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അഷ്ഹദു റബ്ബു സമാവാത്തി വൽ അർദി അള്ളാഹുവാണ് റബ്ബു സമാവാത്തി എന്നുള്ളത് ഞാൻ സാക്ഷിയാണ്. ശരിക്കും ഇന്നത്തെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അതുണ്ടോ ഇല്ലെന്നുള്ളൊരു സംശയം. എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയും, പക്ഷെ ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കാൻ കഴിയണില്ല. അതുകൊണ്ട് റഷീദുലുള്ള ഒരിക്കൽ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ യൂറോപ്പിലുള്ള ആളുകളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടൊരു പണിയുണ്ട്. അതെന്താ വെച്ചാൽ ആദ്യം പറയും ലസ്ന മുസ്ലിമീൻ, ഞങ്ങളൊന്നും എന്തല്ല, ഇസ്ലാം ഇതാണ്, ഞങ്ങളാരല്ല, മുസ്ലിങ്ങളല്ല. ഇസ്ലാമുണ്ട്, ഇസ്ലാം കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളി, ഞങ്ങളെ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണ്ട. അതന്നെപ്പോൾ ശരി.
ഒരു മുസ്ലിമിൻ്റെ ജീവിതവും അപൂർവമായിട്ടില്ല മാഷാ അല്ലാഹ് ഉണ്ടാവും കേട്ടോ. ഇപ്പം കെ എം മൗലവിനെ നടക്കണ കണ്ടിട്ട് ആ മനുഷ്യനെ കണ്ട് മുജാഹിദായ ആൾക്കാരുണ്ട്. സുബ്ഹാൻ. കെ എം മൗലവിനെ നേർക്കുനേരെ കണ്ട് അദ്ദേഹത്തിൻ്റെ ആ വിനയവും പാണ്ഡിത്യങ്ങളും വേറൊന്നും ആദർശമൊന്നും മനസ്സിലാക്കിയില്ല. ഇതാണ് കെ എം മൗലവി, എന്നാ ഞാൻ മുജാഹിദ. അങ്ങനെ എന്ന് പറഞ്ഞാൽ അത്രയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മഹത്വമുണ്ട്. സ്വഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മദീനയിൽ റസൂലുള്ളാഹിനെ പ്രതീക്ഷിച്ചിരിക്കണം. റസൂലുള്ളാഹിനെ കണ്ട മാത്രമേ തന്നെ ഒരു മുസ്ലിമായി. കാരണം അദ്ദേഹം പറയും, ഈ റസൂലുള്ളാഹിൻ്റെ മുഖം ഒരിക്കലും ഒരു കള്ളത്തരത്തിൻ്റെ മുഖമല്ല, സത്യസന്ധതയുടെ മുഖമാണ്. അല്ല പിന്നെ ബാക്കിയൊക്കെ ഇസ്ലാമൊക്കെ പിന്നെ പഠിക്കണം. പക്ഷെ ആ റസൂലുള്ളാഹിൻ്റെ മുഖം കണ്ടിട്ട് തന്നെ ആൾക്കാർ മുസ്ലിമാകാൻ, മനസ്സിലല്ലേ? അതുണ്ട്. അതാണ് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അതിന് സാക്ഷിയാണ്. അങ്ങനെ സാക്ഷിയാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പം ഇതാണ് ഈ ആയത്തിലുള്ള വാന അല്ലാദാലിക്കും മിന ഷാഹിദീൻ, ഞാനതിന് ഷാഹിദീങ്ങളിൽ പെട്ടവനാണ്. ഞാൻ മാത്രമല്ല, വേറെയും ഷാഹിദീങ്ങളുണ്ട്. ആ ഷാഹിദീങ്ങളിൽ പെട്ട ഒരാളാണ് ഞാൻ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്. അതാണ് ആയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് പിന്നീട് പറയാം. ഇനി അടുത്ത ആഴ്ച എന്താ നടക്കില്ല, ക്ലാസ് ഉണ്ടാവില്ല അല്ലേ? സംബന്ധിച്ചിടത്തോളം ശഅബാൻ 28 അടുത്ത വെള്ളിയാഴ്ച വരിക. പിന്നെ മറ്റേ മാസം കാണാതെ നോമ്പുകൾക്ക് അന്ന് തറാവി ഉണ്ടാവും. നമ്മൾ പിന്നെ മാസം കണ്ടിട്ടാണല്ലോ നമുക്ക് റമദാൻ കാണുക. അപ്പം അടുത്ത ആഴ്ച കൂടി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പിന്നെ അതിന് വിഷ്കാലൊന്നും ഇല്ലല്ലോ. ബാക്കി നമുക്ക് അടുത്ത ആഴ്ച. ലോകത്ത് ഒരു പ്രവാചകൻ്റെ ഖബർ ഇന്നതാണ് എന്ന് ഇന്ന് ഭൂമിയിൽ ഒറ്റ ഖബറുള്ളൂ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാണ്. പിന്നെ ഷിയാക്കളും ഈ ഖാദിയാനികളൊക്കെ കുറേ ഖബർ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം എന്താണ്, ഇല്യാസ് നബിൻ്റെ ഖബറുണ്ട്, ഒരു 100 മീറ്ററൊക്കെ നീളുണ്ടാവും. 100 മീറ്ററൊക്കെ നീളുണ്ടാവും ഒരു മനുഷ്യൻ്റെ നീളം. ഏത് നബിയുടെ, ഇപ്പം മൂസാ നബിയുടെ ഖബർ ബൈത്തുൽ മഖ്ദിസിൻ്റെ അടുത്തുണ്ട്, അത് ഹദീസിലുണ്ട്. പക്ഷെ എവിടെയെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ലോകത്ത് ഒരേ ഒരു നബിയുടെ ഖബറാണ് ഇന്ന സ്ഥലത്ത്, ഇത് ഇന്ന നബിയുടെ ഖബറാണെന്ന് പറയാൻ പറ്റും, ഒറ്റ ഖബറുള്ളൂ. അത് മസ്ജിദുൻ നബവിയിലെ റസൂലുള്ളാഹിൻ്റെ ഖബറാണ്. പക്ഷെ ആ ഖബർ എന്ത് ചെയ്തിട്ടില്ല, കെട്ടിബന്ധിച്ചിട്ടില്ല. അവിടെ ജാറില്ല, ഉറൂസില്ല, അൽഹംദുലില്ലാ. ശരി, ലോകത്തൊറ്റ നബിൻ്റെ ഖബർ, ഇത് നബിൻ്റെ ഖബറാന്നുള്ള ഉറപ്പുള്ളൂ, ബാക്കിയുള്ളൊന്നും ഉറപ്പില്ല, ഒക്കെ കള്ള ഖബറാണ്. അപ്പോൾ ആ ഉറപ്പുള്ള ഖബർ കെട്ടിപ്പൊന്തിച്ചിട്ടില്ല, അവിടെ ജാറുമില്ല, അവിടെ ഒന്നുമില്ല, അവിടെ സാധാ മണ്ണ് തന്നെ, ഒറ്റ ചാനൽ. ആ സഹാബി പറയണ്ടല്ലോ ഹദീസിൽ, ഇമാം ബുഖാരി ഉദ്ധരിച്ച റസൂലുള്ളാഹിൻ്റെ ഖബർക്ക് കാണിച്ചു തരുമെന്ന് ആയിഷമ്മനോട് ചോദിക്കുമ്പോൾ എന്നാൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അബൂബക്കർ റളിയല്ലാഹു ഉമറുള്ളാഹിൻ്റെ ഖബർ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണല്ലോ മസ്ജിദ് നബി, ഇങ്ങനെ ഇവിടെ ആണല്ലോ, ഇങ്ങോട്ടാണല്ലോ കാബ, ഇവിടെ ആണല്ലോ കാബ വരുന്നത്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ ഇതാണ്. അത് റസൂലുള്ളാഹിൻ്റെ കാലിൻ്റെ ഇവിടെയാണ് ആര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് സലാം ചെയ്യുമ്പോൾ നോക്കണ്ടേ, ഒരോട്ടം ഇവിടെ, ഫസ്റ്റ് ഓട്ടം ഇവിടെ കാരണം, പിന്നത്തെ ഓട്ടം കുറച്ച് അപ്പുറത്ത് ഇങ്ങനെ ഉണ്ടാകും. ശ്രദ്ധിച്ചില്ലേ? റൗദയിൽ പോയിക്കൊണ്ട് സലാം പറയുമ്പോൾ മുഖത്തൊക്കെ സലാം പറയണ്ടേ. ഇനി നമ്മൾ ഈ ഖബർ സിയാറത്തിലും ഇപ്പം നമ്മൾ ഉമ്മാൻ്റെ ഖബറിൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മുഖം പടിഞ്ഞാറോട്ട് തിരിച്ചിട്ടാണല്ലോ വെച്ചിട്ടുണ്ടാകുക. മയ്യത്ത് കിടത്തുമ്പോൾ ഇത് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിച്ചിട്ടാണല്ലോ മുഖം വെക്കുക. അപ്പോൾ മുഖത്തിലൂടെ ബാക്കോടെ സലാം പറഞ്ഞാൽ മതി. പക്ഷെ എൻ്റെ ഏറ്റവും പൂർണ്ണമായ അദബേതാണ്, ഇപ്പോൾ ഒരു മയ്യത്ത് ഇപ്പം ഇങ്ങനെ കിടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ തല, അത് പടിഞ്ഞാറോട്ടിക്കൂടി. അപ്പം ഇതൊരു ഖബറാണ്. അപ്പം ഖബർ സിയാറത്തിന് വേണ്ടി നമ്മൾ സലാം പറയുമ്പം ഇവിടെ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയലാണ് എൻ്റെ അദബ്.
ഇവിടുന്ന് പറഞ്ഞാലും മതി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞത് ഇവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എവിടെയാണ്? ഇവിടെയാണ്. അത് കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ കാലിൻ്റെ അവിടെയാണ് ആരെ മുഖം വരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വരുന്നത്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്താണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. ഇതാണ് ഖബറിൻ്റെ രൂപം. ഇത് ബുഖാരിയിൽ ഹദീസുണ്ട്. പിന്നെ മുസന്നമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചാൻ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? പൊന്തിച്ചിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഈ ഖബറിൻ്റെ ചുറ്റും സലാസത്തിൽ ജുദറാൻ ഇബ്നുൽ ഖയ്യിം 3 മതിലുകളുണ്ട്. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടില്ല. കഴിഞ്ഞ നൂറ്റാണ്ടോളം കണ്ടില്ല. അത് അടിയിലും സംരക്ഷണമുണ്ട്, മുകളിലും സംരക്ഷണമുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തൊരു ബിൽഡിങ് തുർക്കിയിൽ ഉണ്ടാക്കി, അതിൻ്റെ മുകളിലാണ് പച്ചക്കുപ്പ ഉണ്ടാക്കിയത്. അത് നബി സാബത്തൊന്നും ഉണ്ടാക്കി, അത് 8-ാം നൂറ്റാണ്ടിൽ കലാമുൻ ചക്രവർത്തി ഉണ്ടാക്കിയ ആ പച്ചക്കുപ്പ. അത് ഇനിയിപ്പത്തിലൊക്കെ പിന്നെ കാണാത്ത രൂപത്തിലുള്ള വികസനം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞേക്കണ്ട. അല്ലാഹു അലം. ശരി, ആൾക്കാർക്ക് പച്ചക്കുപ്പ നോക്കിയിട്ട് അങ്ങനെ പ്രാർത്ഥിക്കുക. കലാമുൻ മൻസൂർ രാജാൻ്റെ കലാമുൻ ചക്രവർത്തിയാണ്. അത് അവിടുത്തെ അമീറിൻ്റെ പേരാണ് കലാമുൻ. 8-ാം നൂറ്റാണ്ടിലാണ്. അല്ല, കുടുംബ ബന്ധം ഉണ്ടാവുന്ന ഇയാൾ വാപ്പാവൂല എന്നല്ല, നിറ ബന്ധങ്ങൾ അവൻ അവിടെ സ്ഥാപിക്കാൻ നിൽക്കൂല. ഇയാൾ പിന്നെ വാപ്പന്നിക്കാരം, പക്ഷെ വാപ്പൻ ഞാൻ കാണും. യുബസ്സറൂനഹും എന്നാ, അവരെല്ലാവരും കാണും. പക്ഷേ ഇപ്പം നമ്മൾ വാപ്പനെ കണ്ടാൽ എന്താ? ഇപ്പം ദുനിയാവിൽ കണ്ടാൽ നമ്മൾ വാപ്പല്ലേ, പ്രത്യേകിച്ചൊരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ കാണുമ്പോൾ വാപ്പനെ നമ്മൾ സഹായിക്കാൻ പോലെ ആ സഹായം അവിടെ ഉണ്ടാവില്ല. വാപ്പ വാപ്പന്നെയാണ്. അതുകൊണ്ട് യുബസ്സറൂനഹും, അവർ അവരെ കാണും, എന്നാൽ ഓടും. അതാണ് വ്യത്യാസം. അല്ലാഹു അലം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. സുബ്ഹാനക്കല്ലാഹി വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.